ഡിസിപ്ലിൻ നമ്മൾ പറയുമ്പോൾ ഈസി ആയിരിക്കും, ഫസ്റ്റ് അതിൽ കാലം എടുത്ത് വെക്കുമ്പോൾ. ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഒരുമാതിരി ആയതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് ഒന്നും പറയാൻ പോലും കിട്ടിയില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഗൈസ് ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ എന്തൊക്കെയോ പറയാൻ വേണ്ടിയിരുന്നാണ് കേട്ടോ. എൻ്റെ തലയിലാണെങ്കിൽ ഒന്നും വരുന്നില്ല, പറയാനുള്ള ഒന്നും കിട്ടണില്ല. ഫുള്ളായിട്ട് ബ്ലാങ്ക് ആയി കിടക്കുക, എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. ഒന്നും പറയാനൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടണില്ല. അതൊക്കെ കുറച്ചായിട്ട് എൻ്റെ മൂക്കിൻ്റെ കുരു ഞാൻ നിൽക്കിങ്ങ് പൊട്ടിച്ച് അമ്മാതിരി വേദന പറഞ്ഞാൽ അമ്മാതിരി വേദന. പ്രത്യേകിച്ച് ഒന്നും പറയാൻ കിട്ടില്ല. ഞാൻ വ്ളോഗ് എടുത്തിട്ട് 2-3 ദിവസം ഇതേപോലെ വ്ളോഗൊക്കെ എടുത്തിട്ട് 2-3 ദിവസമായി ഫുള്ള് ഇതേപോലെ തന്നെയായിരുന്നു. യൂട്യൂബിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കുക, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വ്ളോഗിൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. വ്ളോഗ് ഗ്രോ ആവാനെ പറ്റി ഫോക്കസ് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയ ബ്ലാങ്ക് പോലെ ഉണ്ട്. അത് കുഴപ്പമില്ല, അത് ശരിയായിക്കോളും. അത് ശരിയായിക്കോളും. അഖിൽ ചേട്ടയൊക്കെ മാങ്ങ ഇറക്കിയിട്ടുണ്ട്, അപ്പോൾ അത് ശരിയായിക്കോളും. മാങ്ങ എന്ന് കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. മുന്നല്ല നാശ തണ്ടോക്ക് അതിന് തണ്ടോക്ക് പൊട്ടാ നോക്കിക്കോ. മാങ്ങ ചെയ്യണേ നോക്കിക്കോ, പിടിച്ചോ. ഏത് ഭാഗത്തേ ഏത് ഭാഗത്ത് അറിയണേ? അറിയണേ അലിച്ചേട്ടി അറിയട്ടെ. എന്നാ എൻ്റെ അറിയണേ, അറിയട്ടെ. വേഗം പോയി എടുക്കണോ? അവിടെ കാണാതാ പോയോ? അങ്ങോട്ടേനെ അങ്ങോട്ടേനെ. ഇതൊരു ചെറിയൊക്കെ ഇതൊരു ചെറിയ സാധനം ബേക്കാലി ഓടുന്നു. ജിത്തു നീ വല്ലാണ്ട് ഓവറാവുണ്ട് കേട്ടോ, കണ്ണിനെ കണ്ട് ഞാൻ തരും. ആ അങ്ങനെ വലിയ ഓവറാവല്. നേരത്തെ ഇവിടുന്ന് എറിയണ്ടാ പറഞ്ഞിട്ട് ഇവിടുന്ന് മാങ്ങി എറിയണ്ടെന്ന് പറഞ്ഞ് ഇവ എന്നിട്ട് ഒറ്റയേറെ അങ്ങോട്ട്. അതിന് നേരെ പോയിട്ട് അവിടെ തോട്ടിരിക്കണ ഒരു കുട്ടീൻ്റെ തലേൻ്റെ സൈഡിൽ കൂടെ പോയി. മൂക്കിന്ന് ചോര വന്നുകൊണ്ടൊക്കെ ഉണ്ട്. നേരത്തെ ഞാൻ മൂക്കത്ത് കുരു പൊട്ടിച്ചാ. എനിക്കിങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ കുരു കാണുമ്പോൾ എനിക്കെന്താ അറിയില്ല, എനിക്ക് ഒരുമാതിരി ആവുക. കുരു പൊട്ടിക്കാൻ തന്നെ തോന്നുന്നു. അപ്പോൾ ഞാൻ ഞെക്കിയും പൊട്ടിച്ച് കുരു. ഇപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് വേനൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് നീറ്റിലും. ജിമ്മീനെ കല്ലെടുത്ത് അറിയാലേ? അമ്മയെടുത്ത് അറിയട്ടെ. വിറകെടുക്കില്ലേ? അത് ഇന്ന് കൊണ്ടുവന്ന് കിട്ട വിറകാത്. ആ അതുകൊണ്ട് എത്ര എണ്ണം വീത്തണം? ഞാൻ വീത്തി തരണോ? അയ്യേ അയ്യേ ഇതാട്ട് ഇതെന്താ ഇതിലൊക്കെ വെയിറ്റ് ഒന്നും ഇല്ല. അത് ക്ലിയർ കൊള്ളിച്ചിട്ട് തൈക്കോട്ടാ. നല്ല എണ്ണ ഉണ്ടല്ലേ? ഇതൊക്കെ ഇങ്ങോട്ടോക്ക്. ഹലോ ഹലോ മച്ചൻ അങ്ങനെ ഓടല്ലേ എന്തെങ്ങനെ ഓടണേ സുന്ദര? ഹൈ ഡേ ഹലോ എന്താ ഓട്? മണ്ട വിമാനം പോണ കണ്ടില്ലല്ലോ. ഇതാ പോളെ. എടാ ഇത് നോക്ക്, വിമാനം പോണേ. ഇതെന്താ? ആ അതാ വിമാനം പോണ, അതാ കണ്ടോ? ഇപ്പോൾ കുട്ടികൾക്കൊന്നും വിമാനം അങ്ങനെ പോയാലും ഒരു ഇൻട്രസ്റ്റും ഇല്ല നോക്കിക്കഴിഞ്ഞാൽ. ഞങ്ങളൊക്കെ പണ്ടുണ്ടല്ലോ വിമാനത്തിൻ്റെ സൗണ്ട് കേട്ട് അപ്പോൾ ആകാശത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വലിയ അത്ഭുതമാണ്. ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ ആകാശത്ത് കൂടെ വിമാനമൊക്കെ പോണ കാണുമ്പോൾ വലിയ അത്ഭുതമാണ് ഞങ്ങൾക്കൊക്കെ. ഇപ്പോഴത്തെ കുട്ടികളെ എന്താ അവരിങ്ങനെ എങ്ങനെ ആയിപ്പോയത്? പുതിയ കുട്ടികളല്ലേ ഇത് അങ്ങനെ ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ പണ്ടത്തെ കാലം പെട്ടെന്ന് ഓർമ്മ വന്നായി. പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ വന്നായി. പുതിയ കുട്ടികളാ ഇതുണ്ടോ? സുഖമില്ലാത്ത പോലത്തെ ഒരെണ്ണം ഉണ്ട് ഇവിടെ. പുതിയ കുട്ടികളെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അത് മൈൻഡ് ആക്കണ്ട. അതായത് മേത്തൊന്ന് മാറി. ആ വലിയ പഴം അത് കണ്ടിക്കണം. ഞാൻ ചെണ്ണയ്ക്ക് ഇട്ട് തരും. ഞാൻ കുറെ നേരമായി അവന്റെ കിണിപ്പ്. അല്ല ട്രൈപ്പോഡൊക്കെ പിടിച്ച് വലിക്കണ വേറെ ഇങ്ങോട്ടോ ബാ അതാ
വലിയ മാങ്ങ നോക്കിട്ട് കൈകിലെടുത്ത പാവട്ടോ ചടച്ച്. അതോ അയ്യോ പോയി. ഞാൻ നട്ടത് അനുവിന്റെ മുഖമൊക്കെ വല്ലാണ്ടായി, കണ്ണൊക്കെ നിറഞ്ഞ്. ഞാനിപ്പോ എന്തായാലും പോയി കുളിക്കട്ടെ കേട്ടോ. ഞങ്ങള് കുറച്ച് നേരത്തെ വിറകിന്റെ കെട്ടൊക്കെ കുറെ എണ്ണ എടുത്തോണ്ടെന്ന് അടുക്കളേന്റെ മൂലയ്ക്ക് ഇട്ടുണ്ട്. അപ്പോൾ വേർത്തിട്ട് ഒരുമാതിരി ആയി കിടക്കുക കേട്ടോ. കാലിലും ചളി കയ്യിലും മുറിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരുമാതിരി ആയി കിടക്കുക. ഞാൻ എന്തായാലും കുളിച്ച് കഴിഞ്ഞിട്ട് വരാം. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞ്. വിശ്വാസമാവുണ്ടോ? വിശ്വാസമാവൂലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് കുളിച്ചിട്ട് വരാമെന്നാണ്. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തെളിവ് ഞാൻ കാണിച്ചു തരാം. വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കിങ്ങിനെയും കൂടെ വിളിച്ചുകൊണ്ടിരാം. എന്നിട്ട് അവളെ മൊബൈലിൽ കാണിച്ചു തരാം എത്ര മണിയായിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ സക്സസിന്റെ പുറകിലുള്ള സീക്രട്ട്. എന്താണെന്നറിയോ? ഡിസിപ്ലിനായാലാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അതിന് എക്സാമ്പിൾ ഞാൻ കുറേ കാണിച്ചു തരാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 10:13 ട്ടാ. 10:13 PM ക്ലിയർ PM. ചാർജ് ഇല്ല അവിടെ. വ്ളോഗിൽ അങ്ങോട്ട് ഫോക്കസ് അങ്ങ് കിട്ടില്ല. കാരണം ഞാൻ ഡിസിപ്ലിൻഡ് ആയിരുന്നു കുറച്ച് ദിവസം മുന്നേ. രാവിലെ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുക. ഫുള്ള് ഡിസിപ്ലിൻഡ് ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോക്കസ് അങ്ങനെ മാറിപ്പോണ്ട്. ഡിസിപ്ലിന് ഫോക്കസ് മാറിപ്പോണ്ട്. ഇപ്പോൾ ഫുള്ള് വ്ളോഗിലും പിന്നെ എഡിറ്റിങ്ങും പിന്നെ ഗ്രോവിൻ്റെ അത് തന്നെയാണ് എൻ്റെ ഫോക്കസ് പോകണം കേട്ടോ. വ്ളോഗ് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കടന്നുറങ്ങുക. അപ്പോൾ എത്ര മണിയാവും? 2-3 മണിയാവും. ഇന്നലെ ഞാൻ ഉറങ്ങിയത് 2:30-ക്കാണ്. ഞാനല്ല ഉറങ്ങിയത്. എണീറ്റത് നേരം വൈകി. പിന്നെ എണീറ്റപ്പോൾ വ്ളോഗൊന്നും ഞാൻ എടുക്കണില്ല. ഞാൻ നേരെ യൂട്യൂബ് ഗ്രൂപ്പ് ആവുന്ന സാധനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഉച്ചയായപ്പോൾ വിറകെടുക്കാൻ പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വ്ളോഗിൽ എന്താ പറയേണ്ടതെന്ന് പോലും കിട്ടുന്നില്ല. ആ കേസ് അങ്ങനെ ഒന്നും പറയാൻ കിട്ടില്ല. ഡിസിപ്ലിൻഡ് ആയിട്ടില്ല. ഡിസിപ്ലിൻഡ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. ഡിസിപ്ലിനൊക്കെ ആയിരുന്നു. ഇപ്പം കുറച്ച് ഡിസിപ്ലിനൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഡിസിപ്ലിൻ നമ്മൾ പറയുമ്പോൾ ഈസി ആയിരിക്കും. ഫസ്റ്റ് അതിൽ കാലം എടുത്ത് വെക്കുമ്പോൾ കുറച്ച് ദിവസം ഈസി ആയിരിക്കും. പിന്നെ അതിന് തന്നെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കും. നമ്മളെ ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോയാൽ ഡിസിപ്ലിൻഡ് ആവാൻ പറ്റൂല. ഞാൻ ഇപ്പോൾ ആയ പോലെ തന്നെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാണ്ടല്ലോ സക്സസ് ആവാനും പറ്റൂല, ഡിസിപ്ലിൻഡ് ആവാനും പറ്റൂല. നമ്മളെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും നടത്തിയെടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ ഭയങ്കര ശ്രദ്ധിക്കുക. സക്സസ് ആവണമെങ്കിൽ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, പിന്നെ വേറെ എന്തെങ്കിലും സാധനം വേണം. അപ്പോൾ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിൻഡ് ആയിട്ട് മെയിനായിട്ടിരിക്കുക. ഓക്കെ, ഡിസിപ്ലിൻഡ് എന്തൊക്കെ വരുന്നുണ്ട്? സമയത്തിന് എണീക്കുക, സമയത്തിന് ഫുഡ് കഴിക്കുക, മറ്റേ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അതിനെ പറ്റിയുള്ള ആക്ഷൻ എടുക്കുക, അങ്ങനെ ട്രെയിൻ ചെയ്യുക, അങ്ങനെ സക്സസ്സിൽ എത്തും നമ്മൾ. അതാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു മണ്ടത്തിലാണ് ഇന്ന് നടന്നു പോയത്. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് വ്ളോഗ് ഉഷാറാക്കാൻ പറ്റാത്തത്. കാര്യം പറയാമല്ലോ, രാവിലെ വൈകുന്നേരമല്ല നമ്മളെടുത്തേ. വൈകുന്നേരം തന്നെ എനിക്ക് തുടക്കത്തിലൊന്നും പറയാനൊന്നും പറ്റിയില്ല. അതാണ് ഡിസിപ്ലിൻഡ് ആവാത്തതിൻ്റെ കുഴപ്പം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഗോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സക്സസ് ആവണമെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം. അതിന് ഫസ്റ്റ് കാലെടുത്ത് വെക്കുമ്പോൾ സിമ്പിളായിരിക്കും. കുറച്ച് ദിവസം സിമ്പിളായിരിക്കും. പിന്നെ നമ്മൾ ഫോക്കസ് തന്നാലെ അങ്ങനെ മാറിപ്പോവും. വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അത് കുറച്ച് നേരം ചെയ്യാം, അത് അങ്ങനെ ഒരിത്തിരി നേരം കുറച്ച് കൂട്ടി പറയും. അങ്ങനെ സമയം പോവും. അങ്ങനെ പോയിട്ടുള്ള സമയമാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഒരുമാതിരി ആയിപ്പോയത്. എൻ്റെ വ്ളോഗ് എടുക്കണം വിചാരിച്ചായിരുന്നു. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് അതങ്ങനെ ഇല്ലാതായിപ്പോയി. ടൈം ടേബിൾ വരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇന്നലെ എഡിറ്റ് ചെയ്യില്ല, അപ്ലോഡ് ചെയ്യില്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കടന്നുറങ്ങിയത്. എന്തിനാ അറിയില്ല. 2 മണിയായപ്പോഴാണ് ഞാൻ കടന്നുറങ്ങി. എണീറ്റ് ഒരു 9 മണി 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും എണീറ്റ്. അതാണ് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം. അപ്പോൾ എല്ലാവരും സക്സസ് ആവണമെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം അല്ലേ? ഒരു റൗണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതിക്കൂടെയൊക്കെ ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരാം. ഡിസിപ്ലിൻഡ് ആവണം ഗൈസ്, ഡിസിപ്ലിൻഡ് ആവണം. അതാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തിക്കുക. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡിസിപ്ലിൻ. ഓക്കെ, ഡിസിപ്ലിൻ ആദ്യം ശ്രദ്ധിക്കണം. ഡിസിപ്ലിൻ ഒരു റൗണ്ട് കറക്കി കൊണ്ടുവന്നിട്ട് ഞാൻ വ്ളോഗ് അങ്ങനെ ക്ലോസ് ചെയ്യട്ടെ. കോയിൽ ഊതാനാ
കോയിൽ ഊതുന്ന മണ്ണ ഞാൻ വെറുതെ പറഞ്ഞു. ശ്രീകൃഷ്ണല്ലേ ചന്ദ്രനല്ലേ? ചന്ദ്രൻ അതെന്നെ പറഞ്ഞ ചന്ദ്രൻ. അച്ഛൻ അത് കാണിച്ചില്ല. ഇതെന്താ ഇപ്പൊ കോയില് അച്ഛൻ പറഞ്ഞ ഇപ്പൊ കോയില് ഊതിയത് എന്താ ശ്രീകൃഷ്ണനാവാനോന്നല്ല പറഞ്ഞേ. ചന്ദ്രനാണ് ചന്ദ്രൻ. താങ്ങാനല്ലേ പറഞ്ഞതാ. അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പച്ചോടി അത് കുടിക്കാൻ വെള്ളം കുപ്പിയിലാക്കണ്. കൊല്ലി റൂമിൽ കിടക്കണോണ്ട് ആ റൂമിലേക്ക് രാത്രി കുടിക്കാൻ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ടാക്കുന്നുണ്ട്. പിന്നെ ജിമ്മി അതാ മുറ്റത്ത് ചോറിനോണ്ട് നിൽക്കണം. ജിമ്മി ഇങ്ങോട്ട് വാ വാ ജിമ്മി. ജിമ്മി ലൈറ്റ് ഓഫ് ആയല്ലോ. ലൈറ്റ് ഓഫ് ആയി. മൊബൈൽ ഹീറ്റായിട്ട് ലൈറ്റ് ഓഫ് ആയി. ഒന്ന് വരുമോ? ആ ആ മാറി. അമ്മയ്ക്ക് എങ്ങനെയാ ഈ റൂമിൽ കടന്നുറങ്ങിക്കൊണ്ട്. അമ്മ തറ്റത്ത്. അമ്മ ആളെ അടക്കണ്ടോ? ഫേനറ്റ് അടക്കണ്ടോ? കിങ്ങി അതവിടെ മോളതിൻ്റെ അപ്പുറത്ത്. ഇപ്പം എന്തായാലും ഒരു റൗണ്ടൊക്കെ കറങ്ങി വന്നു കഴിഞ്ഞിട്ട് മൊബൈലിൽ ഫ്ലാഷ് ഓഫായി. ഫോൺ ഹീറ്റ് ആയതുകൊണ്ട് ഫ്ലാഷ് ഓഫായി. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം തന്നെ കടന്നുറങ്ങിയിട്ട് 11 മണിയാകുമ്പോൾ 11:30 ആകുമ്പോഴത്തേക്കും ഉറങ്ങട്ടെ കേട്ടോ. ഇനി ഡിസിപ്ലിൻഡ് ആയേ പറ്റൂ. ഡിസിപ്ലിൻഡ് ആയേ പറ്റുള്ളൂ. ആയേ പറ്റുള്ളൂ. ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഒരുമാതിരി ആയതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് ഒന്നും പറയാൻ പോലും കിട്ടിയില്ല. അങ്ങനെ ആയിപ്പോയി ഞാൻ. എന്തായാലും ഇപ്പം ഞാൻ വ്ളോഗ് ക്ലോസ് ചെയ്തിട്ട് വേഗം ഉറങ്ങട്ടെ. രാവിലെ പുലർച്ചയ്ക്ക് നേരത്തെ എണീക്കട്ടെ. എന്നിട്ട് അവിടെ മുതൽ എനിക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിരുന്നാലും സക്സസ് ആകാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറയണ്ട. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. സക്സസ് നിങ്ങളെ ആ ഗോള് സക്സസ്സും നിങ്ങൾ ഗോൾ ഫിക്സ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഡിസിപ്ലിൻ നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഡിസിപ്ലിൻ ആവണം. എന്നിട്ട് ഞാൻ ഡിസിപ്ലിൻ ആവാത്തത് കൊണ്ടാണ്. നിങ്ങൾ 2-3 വ്ളോഗ് കണ്ടില്ല എൻ്റെ ചാനലിൽ പോയി നോക്കി നോക്ക്. ഞാൻ 2-3 ദിവസം വ്ളോഗ് തന്നെ ഇട്ടില്ല. അപ്പോൾ ഇതേപോലെ വർത്തനം പറയായിരുന്നു. എന്തായാലും നിങ്ങൾ പോയി നോക്കി നോക്ക്. ഒരുമാതിരി അയക്കണം. അതാണ് ഡിസിപ്ലിൻഡ് ആവാത്തതിൻ്റെ കുറവാണ് അത്. ഓക്കെ. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്ക്. എൻ്റെ ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്ക്. അപ്പം കാണാം ഡിസിപ്ലിൻഡ് ആവാത്തതിൻ്റെ കുഴപ്പം. അച്ഛ രാത്രി മൊബൈൽ കുത്തിയേക്കുണ്ടോ? അച്ഛാ രാത്രി മൊബൈൽ കുത്തിയേക്കുണ്ടോ? ഈ ഫാന് ആളത്തെ ഫാൻ ഈ റൂമിലേക്ക് എടുത്തേക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടുന്ന് മൊബൈൽ കുത്തി വെച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യണം. ചാർജ് ഇപ്പോഴും കുറവാട്ടോ. കുത്തി വെച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നാളെ കിടിലം വ്ളോഗായിട്ട് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അപ്പോൾ എന്തായാലും സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതായത് മറ്റേ സബ്സ്ക്രൈബ് ഒന്ന് മെല്ലെ നെക്കി കൊടുത്തായി, അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കയറി കാണുകയാണെങ്കിൽ അതും എനിക്കൊരു മോട്ടിവേഷനാണ്. വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടുന്ന കാണുമ്പോഴും സബ്സ്ക്രൈബ് കൂടുന്ന കാണുമ്പോഴും നിങ്ങൾ ഓരോ കമൻറ്റും ലൈക്കും എല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു മോട്ടിവേഷനാണ്. ഡെയിലി ഒരു മോട്ടിവേഷൻ പറഞ്ഞാൽ അമ്മാതിരി മോട്ടിവേഷൻ ഡിസിപ്ലിൻ്റെ അപ്പുറം എത്തും നിങ്ങളെ സ്നേഹം കാണുമ്പോൾ. ഓക്കെ. അപ്പോൾ നാളെ അടുത്ത വ്ളോഗായിട്ട് കാണാം. ബൈ.